യെസ്, ഈ മുന്നേറ്റത്തെ നയിക്കാൻ പ്രധാനമന്ത്രി എത്തുന്നു എന്നാണ് BJP പറയുന്നത് എങ്കിൽ മറ്റു മുന്നണികളും ഇത്തരത്തിൽ തന്നെ ദേശീയ നേതാക്കളെ കളത്തിൽ ഇറക്കിക്കൊണ്ട് തന്നെയാണ് പ്രചാരണം വരും ദിവസങ്ങളിൽ ചൂടുപിടിപ്പിക്കാൻ പോകുന്നത്. ഇടതുമുന്നണിക്കായി പ്രചാരണത്തിന് തേജസ്വി യാദവും എത്തുന്നു എന്നുള്ളതാണ്. ബീഹാർ പ്രതിപക്ഷ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം 31-1-2 തീയതികളിൽ ആയിരിക്കും നടക്കാൻ പോകുന്നത്. നേരത്തെ തന്നെ സൂചനകളുള്ളതാണ്. കമൽ ഹസൻ ഉൾപ്പെടെയുള്ള താരങ്ങളെയും കേരളത്തിലേക്ക് എത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തിപ്പെടുത്താൻ ഇടതുമുന്നണി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട നേതാവായി തേജസ്വി യാദവിനെ തന്നെ കളത്തിലേക്ക് എത്തിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരു പക്ഷേ ഈ വടക്കൻ കേരളത്തിൽ ആയിരിക്കും തേജസ്വി യാദവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് കമൽ ഹാസനെയും രംഗത്തിറക്കിക്കൊണ്ട് ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കളം ഒരുക്കുന്നത് ഇടതുമുന്നണി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, പ്രധാനമന്ത്രി കളത്തിലേക്ക് എത്തുമ്പോൾ NDA അവരുടെ പ്രചാരണം ടോപ്പ് ഗിയറിലേക്ക് മാറ്റുകയാണ്. ഇടതുമുന്നണിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മുഖ്യമന്ത്രി തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ദേശീയ നേതാക്കളെക്കാൾ ഒരു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം തന്നെയാണ് ഇടതുമുന്നണിക്ക് പ്രധാനം. എങ്കിൽ പോലും അവിടേക്ക് തേജസ്വി യാദവിനെ പോലെയുള്ള നേതാക്കളെ എത്തിക്കുവാനുള്ള നീക്കം നടക്കുന്നു. കമൽ ഹസനെ പോലെയുള്ളവർ, പ്രകാശ് രാജിനെ പോലെയുള്ളവർക്ക് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായേക്കുമെന്ന സൂചനയുണ്ട്. നടി ഭാവന പ്രചാരണത്തിന്റെ ഭാഗമാകുമെന്ന സൂചനകളുണ്ട്. അങ്ങനെ ഇടതുമുന്നണിയും ഈ തരത്തിൽ ആണോ പ്രചാരണം കൊഴുപ്പിക്കുന്നത്? അഭിലാഷ്, NDAക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു, കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിയും എത്തുന്നു. ഇന്നലെ സ്മൃതി ഇറാനിയെ പോലുള്ള നേതാക്കളും BJP ക്യാമ്പുകൾക്ക് ആവേശം പകർന്ന് എത്തിയിരുന്നു. CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് അടക്കമുള്ളവർ നേരത്തെ സംസ്ഥാനത്തുണ്ട്. CPIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി D രാജ പ്രചരണത്തിൽ സജീവമാണ്. അത്തരത്തിൽ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ ദേശീയ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ ബീഹാർ പ്രതിപക്ഷ നേതാവ്, യുവ നേതാവ്, RJDയുടെ നേതാവ് കൂടിയായ അഖിലേഷ് യാദവും തേജസ്വി യാദവും ഈ പ്രചരണത്തിന്റെ ഭാഗമായി എത്തുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു പ്രചരണമാണ് ഇടതുമുന്നണിക്ക് പ്രധാനമായും ഉള്ളത്. ഇടതുമുന്നണിയുടെ ഏറ്റവും താരപ്രചാരകൻ ഒരു ക്രൗഡ് പുള്ളർ പിണറായി വിജയൻ തന്നെയാണ്. അതിന് പുറമെ ദേശീയ നേതാക്കളെയും കൊണ്ടുവരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ വിഷയത്തിൽ പല വിഷയങ്ങളിലും ഡീലടക്കമുള്ള ആരോപണങ്ങളിൽ കോൺഗ്രസ് CPM തർക്കവും ആരോപണവും ഒക്കെ ഇന്ത്യ സഖ്യത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. BJPയുമായി ഡീലെന്ന് CPMന് ഡീലെന്ന് കോൺഗ്രസ് ഡീലെന്ന് CPM ആരോപിക്കുമ്പോൾ അത് ദേശീയ നേതൃത്വം കൂടി നേരത്തെ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ ആരോപണം ഏറ്റെടുത്തിരുന്നു. അത് വലിയ അതിർത്തി CPM ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാവ് ഇടതുമുന്നണിക്ക് വേണ്ടിയുള്ള പ്രചരണത്തിൽ അദ്ദേഹം എത്തുന്നത്. പ്രധാനമായും ഈ RJD ഇടതുമുന്നണിക്കൊപ്പമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് അത്തരമൊരു നേതാവിനെ പ്രചരണത്തിന് എത്തിക്കുന്നത്. അതിന് പുറമെയാണ് എക്കാലവും ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന വിജയിക്കണമെന്ന് സാമൂഹ്യ മാധ്യമത്തിലൂടെ ആശംസയിട്ട കമൽഹാസനെ കൊണ്ടുവരാൻ CPM ശ്രമിക്കുന്നത്. സ്വരലയയുടെ പേരിലുള്ള പരിപാടി ധർമ്മടത്താകും കമൽഹാസൻ പങ്കെടുക്കുക. നമുക്കറിയാം, 2021 വലിയ ആഘോഷപൂർവ്വമുള്ള പരിപാടിയാണ് അവിടെ ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയന് വേണ്ടി നടത്തിയത്. സമാനമായ ഒരു പരിപാടി ഇത്തവണയും അവിടെ നമ്മൾ പറഞ്ഞ കമൽഹാസനെ പോലുള്ള റിമ കല്ലിങ്ങിനെ പോലുള്ള പ്രധാനപ്പെട്ട താരങ്ങളെ കൂടി എത്തിച്ചുകൊണ്ട് പ്രചരണം കൊഴുപ്പിക്കാനാണ് ഇടതുമുന്നണിയുടെ ശ്രമം. അതിന്റെ ഭാഗമായാണ് അത്തരം സെലിബ്രിറ്റികൾ എത്തുന്നതൊപ്പം RJDയുടെ ഈ പ്രധാനപ്പെട്ട നേതാവ് കൂടി ഇവിടെ പ്രചരണത്തിനായി എത്തുകയാണ്. യെസ്, എന്തായാലും VV അരുൺ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. പിണറായി തന്നെയാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും താരപ്രചാരകരെ അടക്കം കളത്തിൽ ഇറക്കിക്കൊണ്ട് ഇടതുമുന്നണിയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ കൊഴുപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ. അതേസമയം UDFന്റെ പ്രചാരണത്തിനായി നേരത്തെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.